മുഹമ്മദ് നബി ഒരു സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറയാൻ നമുക്ക് അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അത് പറഞ്ഞാൽ വല്ല അപകടമാവുമോ? സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും വേറെ ഉണ്ടാവുമോ? പിന്നെ നബിയെ പറയുന്നതിനാ എന്നൊക്കെ ചോദിക്കാൻ ജലീലിൻ്റെ പുസ്തകം ഈ മേഖലയിൽ ഒരു തുടക്കമാണ്. കുറച്ചുകൂടി ശക്തിയായി ഈ തുടക്കം മുന്നോട്ട് വരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതേമാതിരി പുറത്തു വരേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുമുണ്ട്. മുഹമ്മദ് നബി ഒരു സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറയാൻ നമുക്ക് അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അത് പറഞ്ഞാൽ വല്ല അപകടമാവുമോ? സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും വേറെ ഉണ്ടാവുമോ? പിന്നെ നബിയെ പറയുന്നതിനാ എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഈ തുടക്കത്തിൽ നിന്ന് അത് ഉത്ഭവിച്ചു വരണം. ഒരുപാട് പ്രവചനങ്ങളും പ്രസ്താവനകളും വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഈ പറയുന്ന ആശയങ്ങൾ മുഴുവൻ വ്യക്തമാണ്. മഹാനായ പണ്ഡിതനായ ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ, അദ്ദേഹം ഇബർ എന്ന് പറഞ്ഞ ലോക ചരിത്രം എഴുതിയിട്ടുണ്ട്. ആ ചരിത്രത്തിൻ്റെ ആദ്യത്തെ ഗ്രന്ഥമാണ് മുഖദ്ദിമ. അതിൽ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബിയുടെ വാചകം അൽ കസബു ഖീമത്തുൽ അമൽ. അൽ കസബു, കസബ് എന്ന് പറഞ്ഞ സമ്പത്ത്, സഹസ്ല നാറൻ വമാ കസബ് എന്ന് പറയില്ലേ, അൽ കസബു സമ്പത്താകുന്നത് ഖീമത്തുൽ അമൽ, അധ്വാനിക്കുന്നതിൻ്റെ വിലയാണെന്ന്. അധ്വാനത്തിൻ്റെ വിലയാണ് സമ്പത്ത്. അധ്വാനിക്കാതെ സമ്പത്തുണ്ടാവില്ല. ആ സമ്പത്തിൻ്റെ വില അധ്വാനിക്കുന്നവനാണ് കിട്ടേണ്ടത്, ജമ്മിക്കും മുതലാളിക്കും അല്ല. ഇത്ര സുന്ദരമായ ഒരു പ്രകടനം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉദ്ധരിക്കാനുണ്ട്. അതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓവല്ലരിയെ ഖലഖലക്കും മാഫിൽ അർളി ജമിയ, മാഫിൽ അർളി ജമിയ, ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്തും ഖലഖ സൃഷ്ടിച്ചത് ലക്കും ജനങ്ങൾക്ക് വേണ്ടിയാണ്, മുതലാളിക്ക് വേണ്ടിയല്ല, ജമ്മിക്ക് വേണ്ടിയല്ല. ഇങ്ങനെ ഇതെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരുപാട് കാര്യം അതൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇതിൻ്റെ അന്തസത്ത പല ചരിത്ര പണ്ഡിതന്മാരും വ്യാഖ്യാനങ്ങളും ജലീലെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. കൂടുതൽ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചു നോക്കിയാൽ പിന്നെ ചോദിക്കും, ഖുർആനിൽ മാത്രമാണോ ഇത്? അല്ല, മറ്റ് പൂർവിക ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഗ്രന്ഥവും ആ പ്രവാചകനും പോയാൽ ആ വീക്ഷണവും ആ ചരിത്രവും നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ഇസ്ലാമിൻ്റെ കൂടുതൽ നഷ്ടപ്പെടാതിരിക്കാൻ കാരണം ഈ ഖുർആന്റെ നിലനിൽപ്പാണ്. എല്ലാ സമുദായങ്ങളുടെയും ഒറിജിനൽ തത്വശാസ്ത്ര ഗ്രന്ഥം ജീവിച്ചിരിപ്പില്ല. അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒറിജിനലായിട്ട് നിലനിൽക്കുന്ന ഖുർആൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായി പറയാൻ സാധിക്കുന്നത്. യേശു ക്രിസ്തു ഈസാ നബി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജഡ്ജി ചോദിച്ചു, 2-4-5 മണിക്കൂർ വിചാരണ ചെയ്തിട്ട് ശിക്ഷിക്കാൻ വകുപ്പ് കാണുന്നില്ല. അവസാനം ജഡ്ജി ചോദിക്കുകയാണ്, യേശു, നിങ്ങളുടെ ഈ സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും അന്തിമമായ ലക്ഷ്യം എന്താണ്? അപ്പോൾ യേശു ക്രിസ്തു ആ കോടതിയിൽ പറഞ്ഞ സത്യം എന്താണെന്ന് അറിയാമോ നമുക്ക്? അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. പിന്നെന്താ സോഷ്യലിസം? അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും രാജ്യം സ്ഥാപിക്കുന്നു പറഞ്ഞാൽ രാഷ്ട്രീയം സ്ഥാപിക്കും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭരണം. അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നതിൻ്റെയും ഭരണം വന്നാലേ അത് അവന് കിട്ടുള്ളൂ, ഈ അധ്വാന ഫലം. അതാണ് എൻ്റെ ലക്ഷ്യമെന്നാണ് മഹാനായ ഈസാ നബി യേശു ക്രിസ്തു പറഞ്ഞത്. അതിൻ്റെ ഈ എത്രയോ 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധം തുടങ്ങുമ്പോൾ പറഞ്ഞത്. കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലാണ് യുദ്ധം. യേഷൻ്റെയും അനിയൻ്റെയും മക്കൾ. യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദിക്കുകയാണ്, കൃഷ്ണ, ജ്യേഷ്ഠാനുജന്മാർ മക്കൾ, നമ്മളെ ഗുരുനാഥന്മാർ ദ്രോണാചാര്യം ഒക്കെ അവിടെ കാണുന്നുണ്ട്, അവരെയൊക്കെ കൊല്ലണോ? കൊന്നിട്ട് ഈ യുദ്ധം ജയിച്ചിട്ട് നമുക്ക് രാജ്യം വേണോ എന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ആ പ്രസംഗത്തിൻ്റെ സമയമല്ല ഇപ്പോൾ. അനിവാര്യമായ ഈ സമരം, സംഘടനം, യുദ്ധം ആവശ്യമാണ്, ചെയ്യേണ്ടി വരും. എന്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അർജുനൻ. അപ്പോഴാണ് കുതിരൻ്റെ കയറ് വലിച്ചെറിഞ്ഞ് താഴെ ഇറങ്ങിയിട്ട് ഒരു പ്രസംഗം. ആ മഹാഭാരത യുദ്ധത്തിൽ ആദ്യത്തിൽ ശ്രീകൃഷ്ണൻ ചെയ്ത പ്രസംഗമാണ് ക്രോഡീകരിച്ച് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ച ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ്റെ പ്രസംഗമുണ്ട്. മുഴുവൻ വിവരിക്കാൻ ഇപ്പം നേരല്ല. ആ യുദ്ധം എന്തിനാണെന്ന് കൃഷ്ണൻ പറഞ്ഞത് എന്താണെന്നറിയാം? പരിത്രാണായ സാധുനാം, സാധുജനങ്ങളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണം. അതിനെന്ത് വേണം? വിനാശായ ചതുഷ്കൃത, ചതുഷ്കൃതന്മാരെ, വഞ്ചകന്മാരെ, മേധാവികളെ നശിപ്പിക്കണം. അത്ര ശക്തിയായിട്ട് മറ്റൊരു പ്രവാചകൻ പറഞ്ഞിട്ടില്ല. വിനാശായ, നശിപ്പിക്കുക, വിനാശം ചെയ്യണം. എന്നിട്ടോ ധർമ്മസംസ്ഥാപനാർത്ഥായ, നീതിയും നിയമവും ധർമ്മവും ഈ ഭൂമിയിൽ സ്ഥാപിക്കണം. അങ്ങനെയാണ് എല്ലാ പൂർവിക മതങ്ങളും പറഞ്ഞു വന്നത്. പക്ഷെ അവർ പോയാൽ ആ കഥ പോയി, അത് പിന്നെ മാറി വേറെ വഴിക്ക് പോകും. എല്ലാറ്റിലും ഈ പോക്കുണ്ട്. ആ പോക്കിൻ്റെ അടിസ്ഥാനം ചരിത്രപരമായി പഠിച്ച് വിശകലനം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് രാജ്യം എത്തും എന്നാണ് എൻ്റെയൊക്കെ വിശ്വാസം. അതിലൊരു തുടക്കമായിട്ടാണ് ജലീലിൻ്റെ ബുക്ക് ഞാൻ കാണുന്നത്. അതായത് കുറച്ചുകൂടി വിശദീകരിച്ച് ശക്തമായ ഭാഷയിൽ കൂടുതൽ ഉദ്ധരിച്ചുകൊണ്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട്
ഈ തുടക്കം കുറിച്ച ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ജലീലിന് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.